ഇനിയും ഹീജുനെ വന്ന് കണ്ടിട്ട് അവൾക്ക് സയോന്റെ DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ കാണിച്ചും കൊടുക്കുന്നുണ്ട്. നിന്റെ അമ്മ നിന്നെ നിർബന്ധിച്ചത് കൊണ്ടല്ലേ എനിക്ക് പകരമായിട്ട് നീ സയോണ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യം മുതലേ അവന്റെ ഫാമിലി നമ്മളെ ചതിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും നീ ഇതൊന്നും തന്നെ സഹിച്ചിരിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. ഞാൻ എന്തായാലും അവന്റെ ഫാമിലിക്ക് പിന്നിലെ സീക്രട്സ് എല്ലാം തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും. അവനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഞാനും നേരിട്ട് ചോദിക്കുന്നതായിരിക്കുമെന്നൊക്കെ ഇനിയും ഹീജുവിന്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും ഹേജുവും ആദ്യമായിട്ട് ഇനയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു. അമ്മ നിർബന്ധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിനക്ക് പകരമായിട്ടോ ആയിരുന്നില്ല ഞാനും സയോണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു. പിന്നെ അവന് മാത്രമല്ലല്ലോ നമുക്ക് സീക്രട്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ. എനിക്കും സംസാരിക്കുവാനായിട്ട് അറിയുകയില്ല എന്നൊക്കെ അല്ലായിരുന്നോ അവന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ ഹിജു ചോദിക്കുമ്പോഴത്തേക്കും കുട്ടിക്കാലത്ത് എനിക്ക് നിന്റെ അമ്മേനെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പോലും പെട്ടെന്നൊരു ദിവസം എനിക്കൊരു അനീതി കൂടി ഉണ്ടായെന്നൊക്കെ വിശ്വസിക്കുവാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നീയും ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരുമ്പോഴത്തേക്കും ഞാൻ പോലും അറിയാതെ ഞാനും ആ ഒരു വിളിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നീ എന്നെ അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്കും ഓർമ്മ വരികയാണെന്നൊക്കെ ഇനിയും ഹീജുവിനോട് പറയുന്നു. ആരാണ് നിനക്ക് ഈ DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നെന്ന് ഹീജു ചോദിക്കുമ്പോഴത്തേക്കും അത് എന്റെ അച്ഛനോ അല്ലെങ്കിൽ നിന്റെ അമ്മയോ അല്ല. ഞാനും അതിനെക്കുറിച്ചെല്ലാം തന്നെ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരാണെങ്കിലും ഈ ഒരു റിസൾട്ട് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സയോണ വിവാഹം കഴിക്കുകയില്ല എന്ന കാര്യം അയാൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അത്രത്തോളം ധൈര്യത്തിൽ എനിക്കിതൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിവാഹം നല്ല രീതിക്ക് നടക്കരുതെന്ന് ആഗ്രഹിച്ച ആരോ ഒരാളാണ് ഇത് ചെയ്തതെന്നൊക്കെ ഇനിയും പറയുന്നു. സയോണ എടുത്തു വളർത്തിയ ആളെ രക്ഷിക്കുവാനായിട്ടൊക്കെ സയോൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് ബോധമൊക്കെ വരുന്ന സമയത്ത് അവനും നിന്നെ ഇല്ലാതാക്കുവാനായിട്ടൊക്കെയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീയും ഇവിടെ നിന്നും എത്രയും വേഗം രക്ഷപ്പെട്ടോ എന്നൊക്കെ ആയിരുന്നു അദ്ദേഹവും അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനും അയാളെ കൂട്ടി ഇറങ്ങുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു ചെറിയ സ്ഫോടനം കൂടി ആ തീപിടുത്തത്തിനിടയ്ക്ക് നടക്കുന്നു. ഹേജുവും സയോണെ ഫോണൊക്കെ ചെയ്തിട്ട് അവൻ ഫോൺ എടുക്കാതെ ആക്കുമ്പോഴത്തേക്കും അവളും പെട്ടെന്ന് തന്നെ പോലീസിനെയൊക്കെ കോൾ ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടൊന്നും കോൾ എടുക്കുന്നില്ല. കഴിഞ്ഞ 6 മണിക്കൂറായി അവനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരമൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളും ഒന്ന് അന്വേഷിക്കാമോ എന്ന് പോലീസിന്റെ അടുത്ത് അവൾ പറയുമ്പോഴത്തേക്കും പോലീസും അതൊക്കെ ഒരു ഫേക്ക് കോൾ ആയിരിക്കുമെന്നൊക്കെ വിചാരിക്കുകയാണ്. എങ്കിൽ പോലും എന്റെ ഹസ്ബൻഡിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിക്കുള്ള കോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ അവന്റെ ഓഫീസില് ബോംബൊക്കെ ഇടയ്ക്കും അതുപോലെ തന്നെ കിഡ്നാപ്പ് ഒക്കെ ചെയ്യിക്കുകയും കൂടാതെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ മലയുടെ മുകളിൽ നിന്നും അയാൾ താഴേക്ക് പോലും ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും അവൻ സുരക്ഷിതനാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവൾ പറയുമ്പോഴത്തേക്കും പോലീസും അതൊക്കെ ഗൗരവത്തിലെടുത്തിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെയും നിങ്ങളുടെ പേര് എന്താണെന്ന് അവളുടെ അടുത്തും ചോദിക്കുന്നു. പക്ഷെ അവളും അപ്പോൾ കോളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ശരിക്കുമുള്ള സയോന്റെ പേര് എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കുന്നു. ഇനിയും DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ കൊടുത്തപ്പോഴത്തേക്കും സയോന്റെ അച്ഛൻ എന്നെക്കാളും 2 വയസ്സ് മൂത്ത ഒരു മകനുണ്ടെന്നുള്ള കാര്യം മാത്രമായിരുന്നു എനിക്ക് അറിയാവുന്നത്. 15 വയസ്സ് വരെ തൊട്ടടുത്ത് താമസിച്ചിട്ട് പോലും ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവനെ ആദ്യമായിട്ട് കണ്ടതും 15-ാം വയസ്സിൽ തന്നെ ആയിരുന്നു. അവരുടെ ശരിക്കുമുള്ള മകനെ ഒളിപ്പിച്ചു നിർത്തിയതിനു ശേഷം അതിന് പകരമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ആയിരിക്കാം ഇപ്പോഴത്തെ നിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സയോൺ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ സ്വന്തം മകനെ ഒളിപ്പിച്ചു വെച്ചിട്ട് മറ്റൊരാളെ മുന്നിൽ വെച്ച് കളിക്കുന്നത്? അതിന് പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളൊക്കെ ഇല്ലേ എന്ന് ഇന്നെ ചോദിച്ചതിനെ കുറിച്ച് ഇപ്പോൾ ഹീജു ഓർക്കുന്നു. ഹീജു നേരെ സയോന്റെ വീട്ടിലേക്കൊക്കെ ചെല്ലുകയാണ്. അവന്റെ അച്ഛനെയും അമ്മേനെയും കണ്ടതിനു ശേഷം സയോനെ കാണാനില്ല എന്നും നിങ്ങൾ പോലീസിനെ വിവരം അറിയിക്കേണ്ടതായിട്ടുണ്ടെന്നും അവരുടെ അടുത്തും പറയുകയാണ്. പക്ഷേ ഇത്രയും നാളും സംസാരിക്കാതിരുന്ന അവള് സംസാരിച്ചതൊക്കെ കാണുമ്പോഴത്തേക്കും അച്ഛനാകെ ഷോക്ടൊക്കെ ആകുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മകൻ എന്തോ ഒരു പോരായ്മയില്ലേ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മകനെ 15 വയസ്സ് വരെ വീടിന് വെളിയിൽ ഇറക്കാതിരുന്നത്. മാത്രമല്ല സയോൺ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മകനല്ല എന്ന സത്യം ഞാൻ ഇപ്പോഴും മാത്രമാണ് മനസ്സിലാക്കിയത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ സയോന്റെ വൈഫ് ആയിരുന്നെങ്കിലും ഞാനും ഈ സത്യം എല്ലാം തന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്നൊക്കെ ഹിജ് പറയുമ്പോഴത്തേക്കും നീ സയോന്റെ ശരിക്കുമുള്ള വൈഫൊന്നുമല്ല, നീ എനിക്ക് പകരമായിട്ട് വന്ന വെറും ഒരു ഡ്യൂപ്പ് മാത്രമാണെന്നുള്ള രീതിക്കൊക്കെ അമ്മയും സംസാരിക്കുന്നു. പിന്നെ നിന്നെ പോലെ തന്നെ ശരിക്കുമുള്ള സയോന്റെ ഡ്യൂപ്പ് മാത്രമാണ് നിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സയോൺ എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും അവനും ഒരു ഡ്യൂപ്പ് മാത്രമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മകനായിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്താണ് സംഭവിച്ചതെന്നും അവനെ കണ്ടെത്തേണ്ടതും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണെന്നൊക്കെ അവളും അവരോട് പറയുന്നു. അച്ഛന്റെ അസിസ്റ്റന്റ് സയോണെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഒരു പ്രശ്നങ്ങളും ഉണ്ടായതായിട്ട് അറിയുവാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല നീ പറഞ്ഞതുപോലെ തന്നെ സയോണ് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നീയും ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങളും അവനെ കണ്ടെത്തുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും ഹീജുനെ വീട്ടിലേക്കൊക്കെ പറഞ്ഞയക്കുന്നു. പക്ഷെ അവളെ നടക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അസിസ്റ്റന്റും അവളെ കാണുവാനായിട്ട് എത്തിക്കുകയാണ്.
സയോണ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാളെ കുറിച്ച് എത്രത്തോളം കാര്യങ്ങളാണ് സയോൺ അറിയാവുന്നത്? ഹെട്രോകോർമിയനെ കുറിച്ചും അവൻ അറിയാമോ എന്നൊക്കെ അസിസ്റ്റന്റും ചോദിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കുമുള്ള സയോണ് ചെറുപ്പത്തിൽ ഹെട്രോകോർമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും അവന്റെ രണ്ട് കണ്ണുകൾക്കും രണ്ട് നിറമായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. സോ സയോണെ അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഹീജോനെ കോൾ ചെയ്ത് സംസാരിച്ച ഹീജോ നേരിട്ട് കണ്ട വ്യക്തി അത് ശരിക്കുമുള്ള സയോൺ ആണെന്നുള്ള സത്യമൊക്കെ അസിസ്റ്റന്റും ഇപ്പോൾ ഹീജോനെ അറിയിക്കുകയാണ്. ഈ വീട്ടിലുണ്ടായിരുന്നവരും ഒരു തെരുവ് പൂച്ചനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന രീതിക്കൊക്കെ ആയിരുന്നു സയോണിന്റെ അടുത്തൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഈ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും അവൻ ഒരിക്കലും സന്തോഷിച്ചു പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സയോണിന്റെ കാര്യമൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നുന്നു എന്ന് കൂടി അദ്ദേഹം ഹീജോന്റെ അടുത്തൊക്കെ പറയുകയാണ്. നമ്മൾ വെറും സയോൺ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ സ്റ്റോറിയിലെ ഹീറോ ആയിട്ടുള്ള സയോണിനെ കുറിച്ചാണ്. ഇനി മറ്റേ സയോണിന്റെ കാര്യം പറയുമ്പോൾ എല്ലാം തന്നെ ശരിക്കുമുള്ള സയോൺ എന്ന് തന്നെ ഞാൻ എടുത്തു പറയുന്നതായിരിക്കും. ഇനി ഹീജുവിനും സംഗുവിന്റെ ഒരു കോളൊക്കെ വരുന്നു. അങ്ങനെ അവളും സംഗു പറഞ്ഞ ഹോസ്പിറ്റലിലേക്കൊക്കെ ഓടിയെത്തുകയാണ്. ഇപ്പോൾ സയോണ് സർജറിക്ക് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഹീജുവും സംഗുവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവനും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. പണ്ട് സാങ്ങുവും പോയിട്ടുണ്ടായിരുന്ന ഒരു ബംഗ്ലാവൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഓണറിന്റെ പേരൊക്കെ അവന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അയാൾ താമസിക്കുന്ന സ്ഥലമൊക്കെ തേടി അവനും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സാവണ എടുത്തു വളർത്തിയിട്ടുണ്ടായിരുന്ന ഫിഷിന്റെ കടയൊക്കെ നടത്തുന്ന അദ്ദേഹം തന്നെ ആയിരുന്നു ആ ഒരു ബംഗ്ലാവിന്റെ ഒക്കെ പഴയ ഓണറും. സോ അവനും ഞാൻ ഇങ്ങനെ ഒരു ചാനലിൽ നിന്നുമാണ് വരുന്നതെന്നും കുട്ടികൾ മിസ്സിംഗ് ആയതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണെന്നുമൊക്കെ അയാളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും അയാളും അവനെ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കുന്നു. അങ്ങനെ സാംഗുവും അയാൾ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും യൂറിയും അവനെ കോൾ ചെയ്യുന്നു. ബംഗ്ലാവിന്റെ ഓണറിനെയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിച്ചു എന്നൊക്കെ അറിയുവാനായിട്ടായിരുന്നു യൂറി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവനും ഒന്നും തന്നെ അറിയുവാനായിട്ട് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കുമാണ് അവൻ പോകുന്ന നേരെ എതിർദിശയിലേക്കൊക്കെ സയോണും വണ്ടിയുമായിട്ട് പോകുന്നതൊക്കെ സാങ്ങുവും കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാങ്ങു വീണ്ടും ഇതേ സ്ഥലത്തേക്കൊക്കെ മടങ്ങി എത്തുമ്പോഴത്തേക്കുമായിരുന്നു വളരെ വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായിരിക്കുന്നത് അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അവൻ അകത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും സയോണും അതുപോലെ തന്നെ വീടിന്റെ ഓണറും ബോധമില്ലാത്ത നിലത്ത് കിടക്കുകയായിരുന്നു. അവനും രണ്ടുപേരും സുരക്ഷിതമായിട്ട് തന്നെ വെളിയിലേക്കൊക്കെ എത്തിക്കുന്നുമുണ്ട്. ആരായിരുന്നു ആ ഒരു ഷോപ്പിൽ തീയിട്ടിട്ടുണ്ടായിരുന്നതെന്നോ എന്തുകൊണ്ടായിരുന്നു സയോൺ അവിടെ പോയതെന്നോ എനിക്ക് അറിയിക്കില്ല. എന്തിനേറെ പറയുന്നു, നീയും സയോണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും എനിക്ക് അറിയിക്കില്ല. പക്ഷേ സയോണിന്റെ ഫോണിലേക്ക് തുടർച്ചയായിട്ട് നീ വിളിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനും നിന്നെ ഇപ്പോൾ തിരിച്ചൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നതെന്ന് സങ്ങുവും അവളോട് പറയുന്നു. ഓപ്പറേഷന് ശേഷം സയോണെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റുന്നു. ഹിജു ആയിരുന്നു സയോണ് കൂട്ടിരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അപകടമൊക്കെ പറ്റിയ സമയത്ത് നീ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നീ ആയിരുന്നു എന്നെ രക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നത്. നീയും ഇപ്പോൾ അപകടമൊക്കെ പറ്റി കിടക്കുകയല്ലേ, ഇപ്പോൾ എന്റെ അവസരമാണ്, ഞാനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ഹീജുവും പറയുന്നു. നിലവിൽ യോറിയാണല്ലോ TV ഷോയ്ക്ക് വേണ്ടി മിസ്സിംഗ് കേസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോറിനെ ചെന്ന് കാണുകയാണ് ജാങ്ങും. സയോണും റിപ്പോർട്ടേഴ്സിന്റെ അടുത്തൊരു വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുന്ന വ്യക്തിക്ക് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ജാങ് ഇങ്ങനെ യൂറിനെ ചെന്ന് കാണുന്നത്. സോ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അവൾക്ക് കിട്ടിയോ എന്ന് അറിയുവാനായിട്ട് ജാങ് ശ്രമിക്കുമ്പോഴത്തേക്കും ട്വിൻസിന്റെ കാര്യമൊക്കെ യൂറിയും അറിയിച്ചു കൊടുക്കുന്നു. കിഡ്നാപ്പറും കുറെ മീനുകളെയൊക്കെ മുറിച്ചതിന് ശേഷം അതേ രീതിക്ക് തന്നെ അതിനെ സൂചിയും നൂലും വെച്ചിട്ട് കോർത്തൊക്കെ ഇടുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ബോസ് കിഡ്നാപ്പർക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നത്. നേരത്തെ കിഡ്നാപ്പർ ആയിരുന്നു സയോന്റെ വളർത്തച്ഛന്റെ വീടൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യം എല്ലാം തന്നെ ബോസും മനസ്സിലാക്കിയിട്ടുണ്ട്. ബോസും അവൻ അതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തതിന് ശേഷം നിനക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ളത്, എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് സയോൺ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ബോസ് പറയുമ്പോഴത്തേക്കും സയോണും ഇതേ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം അപ്പോൾ മാത്രമാണ് കിഡ്നാപ്പറും മനസ്സിലാക്കിയത്. ഇത് നിന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി നീ മേലാൽ ഇതുപോലത്തെ പരിപാടി ഒന്നും തന്നെ ചെയ്തേക്കരുത് എന്നൊക്കെ ബോസും അവന് മെസ്സേജ് അയക്കുന്നു. സയോണ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കും കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. സയോണും ഒരിക്കൽ മീനൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും അവിടേക്ക് ചെയർമാന്റെ കൊച്ചുമോനും എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ചെയർമാനും ശരിക്കുമുള്ള സയോണും എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചെയർമാനും ഒരു കറുത്ത നിറത്തിലുള്ള ബാഗൊക്കെ സയോണെ വളർത്തിയ ആളുടെ കയ്യിലും കൊടുക്കുന്നു. സയോണെ വളർത്തുന്നയാളും ആ ഒരു ബാഗൊക്കെ ബോട്ടിൽ വയ്ക്കുമ്പോഴത്തേക്കും സയോണും അയാളുടെ അടുത്ത് വന്നതിന് ശേഷം അച്ഛ, ആ പ്രായം ചെന്ന മനുഷ്യൻ വീണ്ടും വന്നല്ലേ, അയാളുടെ കൂടെയുള്ള കുട്ടി ആരാണെന്നൊക്കെ അയാളുടെ അടുത്തും ചോദിക്കുകയാണ്. പക്ഷേ സയോണിന്റെ അടുത്ത് തന്നെ അച്ഛ എന്ന് വിളിക്കരുതെന്നൊക്കെ അയാളും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സയോൺ അച്ഛൻ എന്ന് വിളിച്ച സ്ഥിതിക്ക് നമുക്ക് ഇദ്ദേഹത്തെ സയോണിന്റെ വളർത്തച്ഛനെന്ന് വിളിക്കാം. അയാളും സയോണെ നേരെ കൂട്ടിക്കൊണ്ടൊക്കെ പോയതിനു ശേഷം അവനോട് നേരത്തെ തന്നെ കിടന്നുറങ്ങുവാനും എന്ത് ശബ്ദം കേട്ടാലും വെളിയിലേക്ക് വരരുതെന്നും പറയുന്നു.
പക്ഷെ അന്ന് രാത്രി സഹായിക്കാമോ എന്നൊക്കെ ഒരു കുട്ടി നിലവിളിക്കുന്നത് കേട്ടിട്ട് അവനും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ശരിക്കുമുള്ള സയോണെ മുത്തശ്ശൻ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതൊക്കെയായിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സൗണ്ട് വളർത്തച്ഛൻ ഇത് കാണുകയും അവനെ അകത്തേക്കൊക്കെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. അദ്ദേഹം പോലും നിസ്സഹായനായിട്ടായിരുന്നു നോക്കി നിന്നിട്ടുണ്ടായിരുന്നത്. അന്ന് രാത്രി ചെയർമാൻ സയോണെ കാണുവാനായിട്ട് കയറ്റുന്നു. ചില മോൺസ്റ്റേഴ്സ് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നവരാണ്. പക്ഷെ ഇങ്ങനെ ഒരുത്തൻ എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ജനിച്ചത്? ആദ്യം ഒരു ഗോൾഡ് ഫിഷ് ആയിരുന്നു, പിന്നീട് ഒരു പൂച്ചയായി, അതിനുശേഷം അവനേക്കാളും ഇളയ കുട്ടികളായി. ഇങ്ങനെ പോവുകയാണെങ്കിൽ മരിച്ച ആൾക്കാരെ നിറയ്ക്കുന്ന കറുത്ത ബാഗുകളുടെ എണ്ണം കൂടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ മരിച്ചത് നന്നായി. അവനും ഇപ്പോൾ ഒരു കറുത്ത ബാഗിലായി മാറിയിരിക്കുന്നു. ഇനി എന്റെ ചെറുമകന്റെ സ്ഥാനത്തേക്ക് ഞാൻ ആരെ ആഗ്രഹിക്കുന്നോ അയാൾ വരുന്നതായിരിക്കും. ഇത്രയും കാലമായിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് ഒരു പേര് പോലും ഇടാത്തതെന്ന കാര്യം നിനക്കറിയാമോ എന്നൊക്കെ ആയിരുന്നു ചെയർമാനും അവന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവനും ഒരു ദുസ്വപ്നം പോലെ ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നു. സയോണും കണ്ണൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സയോണെ ഹീജുവും സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് ഹീജും ഡോക്ടറിനെ വിളിച്ചോണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും വഴിയിൽ വെച്ച് സാങ്ങുവിനെയും അവൾ കാണുന്നു. സാങ്ങുവിന്റെ അടുത്തും അവൻ ഉണർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോകുകയാണ്. സാങ്ങുവും സയോണെ കാണുവാനായിട്ട് വന്നതിന് ശേഷം ഇതെന്റെ അച്ഛന്റെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നീ ഇവിടെ കിടക്കുന്ന കാര്യം ആരും അറിയുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സയോണെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ സയോണും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് എന്താണ് സംഭവിച്ചത്, അയാൾ എപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നൊക്കെയായിരുന്നു സാങ്ങുവിന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് ഹീജ് പോയതെങ്കിൽ പോലും അത്രയും നേരം അവൾ ഉള്ളിൽ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്ന വിഷമമെല്ലാം തന്നെ വാഷ്റൂമിലൊക്കെ പോയി കരഞ്ഞു തീർക്കുകയാണ്. സയോന്റെ വളർത്തച്ഛൻ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലാണെങ്കിൽ പോലും ഇപ്പോഴും ജീവനോടെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഇയാളും നീയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് സംഗു ചോദിക്കുമ്പോഴത്തേക്കും എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹമായിരുന്നു. പക്ഷെ അയാളും പേരൊക്കെ മാറ്റിയിട്ടായിരുന്നു ഇപ്പോൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പഴയ പേരില്ല ഞാൻ ഒരുപാടടുത്ത് അദ്ദേഹത്തെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് അയാളെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് സയോണും സാങ്ങുവിന്റെ അടുത്തൊക്കെ പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് സയോണെ അങ്ങനെ എടുത്തു വളർത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സംഗു ചോദിക്കുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ പുറത്ത് പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നായിരുന്നു സയോണ് മറുപടി കൊടുത്തത്. ഹീജുവിന്റെ കാര്യവും ഇതുപോലെ പേഴ്സണൽ ആണോ എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കും അവളാണ് എന്റെ ഒരേ ഒരു ഫാമിലി, എന്റെ ഒരേ ഒരു ഗാർഡിയൻ. അതുകൊണ്ട് തന്നെ നീ വിചാരിക്കുന്നത് പോലെ മോശമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്ന് സയോണും വ്യക്തമാക്കുന്നു. എന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫിനെ കുറിച്ച് ലോകം അധികം വൈകാതെ അറിയുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ എന്നെ കുറ്റപ്പെടുത്തും. പക്ഷേ ഈ ഒരു ഗോസിപ്പുകൾക്കൊന്നും തന്നെ ഞാൻ ഹീജുവിനെ വിട്ടുകൊടുക്കുന്നതായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഹീജുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമാക്കി വെച്ചിട്ടുള്ളതെന്ന് അവനും പറയുന്നു. സയോണ് സാങ്ങുവിനെ പോലും സംശയിച്ചത് കൊണ്ടായിരുന്നു അവന്റെ അടുത്തും ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാങ്ങുവിന്റെ അടുത്തും ക്ഷമ ചോദിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി എന്റെ വളർത്തച്ഛനെ നന്നായി തന്നെ നോക്കണം. അയാൾ എത്രയും വേഗം കണ്ണു തുറക്കുവാനായിട്ട് നീ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം തന്നെ ചെയ്യണം. മിസ്സിംഗ് ആയിട്ടുള്ള ഓർഫൻസിന്റെ കേസൊക്കെയല്ലേ നീ നോക്കിക്കൊണ്ടിരുന്നത്? ആ ഒരു കേസിലെ പ്രധാന സാക്ഷിയാണ് അദ്ദേഹം. അദ്ദേഹവും അവന് ജീവനോടെ ഉണ്ട് എന്നൊരു ടിപ്പൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നീ അന്വേഷിക്കുന്ന കേസിലെ പ്രതിയും അതുപോലെ തന്നെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന വ്യക്തിയും ഒരേ ആൾ തന്നെയാണ്. ഞാൻ അവൻ മരിച്ചു എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ ജീവനോടെ ഉണ്ടാക്കുവാനാണ് സാധ്യത. സോ അദ്ദേഹം എണീക്കുകയാണെങ്കിൽ നമുക്കും ഓർഫൻ മിസ്സിംഗ് കേസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുവാനായിട്ട് കഴിയുമെന്നൊക്കെ പറഞ്ഞ് സയോൺ നിൽക്കുന്നു. സയോന്റെ അച്ഛന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുവാനായിട്ട് പോവുകയാണ്. സോ റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ അച്ഛന് വേണ്ടി കാത്തു നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ദിവസം സയോണോട് കൂടി അവിടെ എത്തുവാനായിട്ടൊക്കെ ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷെ സയോണെ കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള വിവരവും ഇല്ലാതിരിക്കുകയാണ് അവരും. അതുകൊണ്ട് തന്നെ സയോൺ വരികയില്ല എന്ന് അവരും കരുതുന്നു. സയോണും ഹോസ്പിറ്റലിൽ വെച്ച് ഫോണൊക്കെ ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിലാകട്ടെ ഹീജുന്റെ മെസ്സേജസ് ആയിരുന്നു വന്നുകൊണ്ടേയിരുന്നത്. സയോണെ കാണുവാനായിട്ട് വൈകിയത് കൊണ്ട് തന്നെ അവൻ എവിടെയാണെന്നും എന്താണ് അവന് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് അവൻ ഫോണൊന്നും എടുക്കാത്തതെന്നും ഒക്കെ ചോദിച്ചുകൊണ്ടാണ് അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവൾ അയച്ചൊരു വോയിസും കൂടി അവൻ കേട്ടു നോക്കുന്നു. അതിലും നമ്മൾ ലിഫ്റ്റിൽ വെച്ച് കണ്ടപ്പോഴത്തേക്കും വൈകുകയില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തുമെന്നൊക്കെയല്ലേ നീയും പറഞ്ഞത്. ഇന്നേ വരെ നീ ഒരു ദിവസം പോലും വീട്ടിൽ വരാതിരുന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് നീ ഇത്രയും വൈകുന്നത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്തുകൊണ്ടാണ് നീ ഫോൺ പോലും എടുക്കാത്തതെന്നൊക്കെ അവൾ പറഞ്ഞതും അവൻ കേൾക്കുന്നു. ഒരു സിസ്റ്ററും റൂമിലേക്കൊക്കെ കടന്നു വരുമ്പോഴത്തേക്കും എന്റെ ഗാർഡിയൻ വെളിയിൽ കാത്തു നിൽപ്പുണ്ടോ എന്ന് സയോണും സിസ്റ്ററിന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. അതായത് ഹീജു വെളിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും സിസ്റ്ററും വെളിയിൽ ആരും തന്നെ ഇല്ല എന്നൊക്കെ അവനോട് പറയുമ്പോഴത്തേക്കും ഹീജുവും എവിടെ പോയതായിരിക്കുമെന്നൊക്കെ അവനും ഓർക്കുന്നു.
അങ്ങനെ സയോൺ ഹീജുവിനെ കോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഹീജു വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. സയോന്റെ ഫോണും അവൾ എടുക്കുന്നില്ല. മാത്രമല്ല, വീട് മുഴുവൻ അരിച്ചു പെറുക്കിയതിനു ശേഷം അവൾക്കും കിഡ്നാപ്പറുടെ ഫോണൊക്കെ കിട്ടുകയാണ്. സയോന്റെ അച്ഛനും പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ സ്ഥിരമായിട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ള ഫുഡാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞണ്ടിട്ട് കറിയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ജീവനുള്ള ഞണ്ട് ആയതുകൊണ്ട് തന്നെ അച്ഛന്റെ കയ്യിലൊക്കെ അത് കടിക്കുമ്പോഴത്തേക്കും പേടിച്ചിട്ട് അച്ഛനും ഞണ്ടിനെയൊക്കെ വലിച്ചെറിയുന്നു. പിന്നീട് അച്ഛൻ വളരെ കൂളായിട്ടൊക്കെ അതിനെ നേരിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു റിപ്പോർട്ടറും, നിങ്ങൾ വൈഫിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ, അങ്ങനെ ഇരിക്കെ മകന് വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളതെന്ന് അച്ഛന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ മകന് സീ ഫുഡാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, അവനും എന്നെ പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അച്ഛനും. യഥാർത്ഥത്തിലുള്ള സയോന്റെ കാര്യമാണ് അച്ഛനീ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സയോണ് അത് ഇഷ്ടമല്ലെങ്കിൽ പോലും പഴയ സയോന്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവനെയും വളർത്തിയിട്ടുള്ളത്. ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും എന്റെ മകൻ ഇവിടെ എത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനും ഇങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് എന്റെ മകന്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു റിപ്പോർട്ടേഴ്സിന് മുമ്പിലായിട്ട് അച്ഛനും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഹീജുവും സ്റ്റേഷന് മുമ്പിൽ ഫോണൊക്കെ ആയിട്ട് എത്തുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്തേക്ക് സയോണും എത്തുകയാണ്. മാത്രമല്ല, അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാനായിട്ടും സയോൺ ശ്രമിക്കുന്നു. പക്ഷെ ഹീജുവും അവനെ തടഞ്ഞുകൊണ്ട്, നീയല്ല ശരിക്കുമുള്ള സയോണെന്നും ശരിക്കുമുള്ള സയോൺ ആരാണെന്നുമുള്ള കാര്യം എല്ലാം തന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ ചതിച്ചതിനേക്കാളും കൂടുതലായിട്ടാണ് നീ എന്നെ ചതിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് അറിയുകയില്ലായിരുന്നു. അതൊന്നും തന്നെ അറിയാതെയായിരുന്നു നിനക്കെതിരായിട്ട് ഓരോരോ പ്ലാനുകൾ ഉണ്ടാക്കുകയും നിന്നെ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും അവന്റെ കൂടെ കൂടുവാനായിട്ട് പാടില്ലായിരുന്നു. മാത്രമല്ല, അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയുവാനേ സാധിക്കുകയില്ല. ഇനിയും നീ വേദനിക്കാതിരിക്കുവാനായിട്ട് ഈ ഒരു തവണയെങ്കിലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ഹിജു പറയുമ്പോഴത്തേക്കും, നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്നെക്കാളും കൂടുതൽ അപകടമൊക്കെ ഉണ്ടാവുക നിനക്ക് തന്നെയായിരിക്കും. എങ്കിൽ പോലും നിന്നെ വിടുവാനായിട്ട് ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് എപ്പോഴും നിന്നെ ഞാൻ എന്റെ കൂടെ തന്നെ നിർത്തുന്നത്. നീ കാരണമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. നീ കാരണമാണ് ഇതെല്ലാം തന്നെ ഞാൻ സഹിക്കുന്നത്. ഇത്രയും കാലം നീ അറിഞ്ഞിട്ടുള്ള സയോൺ അല്ല ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ എന്ന് സയോൺ ചോദിക്കുമ്പോഴത്തേക്കും, ശരിക്കുമുള്ള ഹീജുവിന് സംസാരിക്കുവാനായിട്ട് സാധിക്കുമെന്നതോ സാധിക്കാത്തതോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിരുന്നു 406 എന്നതോ നിനക്കൊരു പ്രശ്നമേ ആയിരുന്നില്ലല്ലോ. എനിക്കും അതുപോലെ തന്നെയാണ്. നിന്റെ ശരിക്കുമുള്ള യാഥാർത്ഥ്യം വളരെയധികം വൈകിയാണ് ഞാൻ അറിഞ്ഞതെങ്കിൽ പോലും ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഹാപ്പി ആയതെന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഹഗ് ചെയ്യുന്നു. ഇനിയും ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നതിൽ സയോന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന സയോന്റെ ഫാമിലി ഫോട്ടോ കാണുന്ന ഇനിയും സയോനെ കണ്ടിട്ടുണ്ടെങ്കിൽ സയോന്റെ അച്ഛന്റെയോ അമ്മയുടെയോ യാതൊരു വിധത്തിലുള്ള ഷേപ്പും ഇല്ലല്ലോ എന്നൊക്കെ അവളും പറയുന്നു. പക്ഷെ അച്ഛനും സയോൺ എന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എന്നാൽ ഒരു കാര്യം ചെയ്യേ, സയോന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഒക്കെ കാണുമല്ലോ, അതൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചു തരാമോ എന്ന് അവളും അച്ഛന്റെ അടുത്ത് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന റിപ്പോർട്ടേഴ്സും ഇതുപോലെ സയോന്റെ പഴയ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ മറ്റൊരു റിപ്പോർട്ടറും, കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും ഇനിയും സയോണും ഒന്നിച്ചൊരു ഫംഗ്ഷന് പോലും പങ്കെടുത്തിട്ടില്ലല്ലോ, എന്തുകൊണ്ടായിരുന്നു 3 വർഷത്തോളം ഇതുപോലെ ഓരോ മീഡിയാസിന്റെ പോലും മുൻപിൽ വരാതിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും, വിവാഹത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞ സയോൺ ആയിരുന്നില്ല, അതിനുശേഷം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്ന സയോൺ എന്നൊക്കെ തുറന്നു പറയുകയാണ്. പക്ഷെ അവളും ബാക്കി എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് ആരോ ഒരാൾ ഒരു ബോക്സ് ഒക്കെ കൊടുത്തയക്കുകയാണ്. അച്ഛനും റിപ്പോർട്ടേഴ്സിന് കഴിക്കുവാനായിട്ടുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് വളരെയധികം കാര്യമായിട്ട് തന്നെ അതൊക്കെ തുറന്നു നോക്കുന്നുണ്ടെങ്കിലും അതിലെ കിഡ്നാപ്പർ നേരത്തെ മുറിച്ചിട്ട് തുന്നിച്ചേർത്തിട്ടുണ്ടായിരുന്ന മീനുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ട് അച്ഛനാകെ ഷോക്ഡ് ആകുന്നുണ്ടെങ്കിലും അമ്മയും ഇതാരാണ് കൊടുത്തു വിട്ടതെന്നൊക്കെ ആയിരുന്നു അതിന്റെ പിന്നാലെയൊക്കെ പോകുന്നു. മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സംഗുവിനെ കുറിച്ചുള്ള വിവരമൊക്കെ യൂറി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. സോ നേരെ സംഗുവിനെ കാണുവാനായിട്ട് അവൻ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് യൂറി എത്തുന്നു. ഓടി വന്നിട്ടുണ്ടായിരുന്ന യൂറി നേരെ സംഗുവിന്റെ കയ്യിലേക്കൊക്കെയാണ് മറിഞ്ഞു വീഴുന്നത്. അപ്പോഴായിരുന്നു സംഗുവിന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യവും യൂറി മനസ്സിലാക്കിയത്. യൂറിയുടെ മേക്കപ്പ് ഒക്കെ തീരുന്നതിന് മുമ്പായിട്ടായിരുന്നല്ലോ അവളും ഓടിക്കിതച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ അവളുടെ കണ്ണിൽ നിന്നും ഫേക്ക് ആയിട്ടുള്ള ഐലാഷസ് ഒക്കെ അവനും കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അവനും അവളെ കളിയാക്കിക്കൊണ്ട് ഒട്ടകമെന്നും ജിറാഫ് എന്നും ഒക്കെ പറയുമ്പോഴത്തേക്കും, അതൊന്നുമല്ലാതെ പീകോക്ക് എന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, നിനക്ക് അങ്ങനെ വല്ലതും എന്നെ കുറിച്ച് പറഞ്ഞുകൂടെ എന്ന് യൂറിയും ചോദിക്കുന്നു. സോ യൂറിയുടെ പേര് മാറ്റിയിട്ട് അവനും പീകോക്ക് എന്നൊക്കെ ആക്കുകയാണ്. പക്ഷെ അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം, അവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയുക എന്നതാണ്. സോ അതൊക്കെ വലിയ കഥയാണെന്നൊക്കെ സംഗമം പറയുമ്പോഴത്തേക്കും അവനെയും കൂട്ടിക്കൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്നിടത്ത് പോയി ഇരിക്കുകയാണ് യൂറിയും.
ചെറിയൊരു തീപിടുത്തമൊക്കെ നടന്നെടുത്ത് ഞാൻ പെട്ടുപോയതാണ്. മാത്രമല്ല എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് സംഭവം പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവളും അവന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷേ ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, മറ്റൊരാളുടെ പ്രൈവസിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് എനിക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് സാങ്ങുവും യൂറിയോട് പറയുന്നു. നമുക്ക് ഈ ഒരു കേസിന് പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? ഇതെന്തോ വലിയൊരു സംഭവമാണ്. ഈ ഒരു കേസിന്റെ അന്വേഷണമൊക്കെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത് പോലും വലിയ വലിയ ഓഫീസേഴ്സ് പറഞ്ഞിട്ടായിരുന്നു. നമ്മുടെ ഷോയും സംപ്രേഷണം ചെയ്യേണ്ട എന്ന രീതിക്കൊക്കെയാണ് വലിയ ആൾക്കാരും പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. സോ എന്തൊക്കെയോ ദുരൂഹതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കേസ് ഡ്രോപ്പ് ചെയ്താലോ എന്നൊക്കെ അവളും ചോദിക്കുന്നു. ഇനിയും സയോന്റെ അച്ഛനെ കണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അച്ഛനും ഇതുപോലൊരു ഷോയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അവളുടെ അടുത്ത് മറച്ചു വെച്ചിട്ടായിരുന്നു അവളെയും ഷോയിലൊക്കെ പങ്കെടുപ്പിക്കുവാനായിട്ട് ശ്രമിച്ചതും. സോ അവളും ഒരു ആർട്ടിക്കിളിൽ പോലും അവളുടെ ഫേസ് വരുവാനായിട്ട് പാടില്ല എന്നൊക്കെ റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നു. സയോണും കണ്ണടയ്ക്കുമ്പോഴെല്ലാം തന്നെ തീപിടുത്തമൊക്കെ ആയിരുന്നു സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ട് തനിക്ക് പേടി തോന്നുന്നു എന്ന് ഹീജുവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഹീജുവും അവന്റെ ഒപ്പമൊക്കെ കിടക്കുന്നു. ഒരു ദിവസം ഹീജുവിനെ മലയുടെ മുകളിൽ നിന്നൊക്കെ തള്ളിയിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി എവിടെയെങ്കിലും അവൾ പോവുകയാണെങ്കിൽ അവൾ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഹീജുവിന്റെ ഫോണിൽ ട്രാക്കർ പോലത്തെ ഒരു ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുവഴിയാണ് അവൾ പോയിട്ടുണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് സയോണ് നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്റെ ഫോണിൽ ഉള്ളതുപോലെ തന്നെ നിന്റെ ഫോണിലും വേണം, നീ എവിടെയാന്ന് എനിക്കും കണ്ടെത്തണമെന്നൊക്കെ ഹീജു പറയുമ്പോഴത്തേക്കും ഭാവിയിൽ എന്നെങ്കിലും നീ എന്നെ കാണാതെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരിക്കലും എന്നെ അന്വേഷിച്ച് വരുവാനായിട്ട് പാടില്ല. മറിച്ച് എനിക്ക് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി. ഞാനും ഏത് വിധേനയും നിന്റെ അടുത്തേക്കൊക്കെ എത്തുന്നതായിരിക്കും, നിന്നെ കണ്ടെത്തുന്നതായിരിക്കുമെന്ന് സയോണു ഹീജുവിന്റെ അടുത്ത് പറയുന്നു. ശരിക്കും കിഡ്നാപ്പർക്ക് എന്തായിരിക്കും നിന്റെ അടുത്ത് നിന്നും ആവശ്യമായിട്ടുണ്ടാവുക എന്ന് സയോന്റെ അടുത്ത് ഹീജു ചോദിക്കുമ്പോഴത്തേക്കും അവന് എന്റെ പേരോ അല്ലെങ്കിൽ പദവിയോ എന്ത് വേണമെങ്കിലും നൽകുവാനായിട്ട് ഞാൻ തയ്യാറാണ്. എല്ലാം തന്നെ അവന് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും കൂടി നമ്മുടെ ലൈഫ് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കാമെന്ന് സയോണ് ഹീജുവിനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് കിടന്നുറങ്ങുകയാണ്. ഹീജു ആണ് ആദ്യം ഉറങ്ങിപ്പോകുന്നത്. ഇനി സയോണും സാങ്ങുവിന്റെ അടുത്ത് നിന്നും ഒരു കോള് വരുന്നു. സയോണിന്റെ വളർത്തച്ഛൻ എണീറ്റിരിക്കുന്നു എന്ന രീതിക്കായിരുന്നു അവനും ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ സയോണും ഇപ്പോൾ വളർത്തച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തുന്നു. പണ്ട് ശരിക്കുമുള്ള സയോൺ മരിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയർമാനും അവന്റെ ബോഡിയൊക്കെ കറുത്ത ബാഗിലൊക്കെ കെട്ടിയിട്ടായിരുന്നു വളർത്തച്ഛന്റെ കയ്യിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഒരു അനക്കമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന വളർത്തച്ഛനും ബാഗ് തുറന്നു നോക്കുമ്പോഴത്തേക്കും സയോണും ജീവനുണ്ടായിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടീനെ കണ്ടപ്പോഴത്തേക്കും എനിക്കും അവനെ കൊല്ലുവാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവന്റെ ഓർമ്മകളെല്ലാം തന്നെ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ടും വളർച്ചയൊക്കെ കുറഞ്ഞ രീതിക്കായിരുന്നു അവൻ പിന്നീട് ഉണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ കുറച്ചുനാള് ഞാൻ അവനെ വളരെ കാര്യമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവനും ഒരു കുഴപ്പവുമില്ലാതെ മടങ്ങിയെത്തുമെന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. ജന്മനാ ഉള്ള ആളുകളെ കൊല്ലണമെന്ന് അവന്റെ മനോഭാവത്തെ എനിക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ആകെ വിഷമിക്കുമ്പോഴത്തേക്കും അച്ഛൻ എന്നെയും സ്വന്തം മകൻ എന്ന രീതിക്ക് തന്നെയല്ലേ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള അച്ഛൻ ഒരിക്കലും അവനെയും ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എനിക്ക് അച്ഛന്റെ മാനസികാവസ്ഥ എല്ലാം തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതൊക്കെ പോട്ടെ, അച്ഛന് ചെയർമാൻ കറുത്ത ബാഗുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലല്ലേ കുട്ടികളുടെ ഡെഡ് ബോഡീസ് ഒക്കെ ഉണ്ടായിരുന്നതും. അച്ഛനത് എവിടെയാണ് കൊണ്ടുപോയി വെച്ചത്? അതൊക്കെ പറയുകയാണെങ്കിൽ അവന് ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ എനിക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കുമെന്ന് സയോണും അച്ഛനോട് പറയുന്നു. നേരത്തെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്ന സ്കൂട്ടറൊക്കെ ലക്ഷ്യമാക്കിയിട്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു വീട്ടിൽ നിറയെ ചെയർമാന്റെ ഫോട്ടോസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇത് ചെയർമാന്റെ വീടാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും അവിടെ വെച്ച് അമ്മയും കിഡ്നാപ്പറെ കാണുന്നു. അതായത് അമ്മ ശരിക്കുമുള്ള സയോണെ കാണുന്നു. പിറ്റേ ദിവസം എല്ലാവരും തന്നെ ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം സയോൺ ഒരു പ്രോഗ്രാം ഒക്കെ പങ്കെടുക്കുവാനായിട്ടുണ്ട്. പക്ഷെ അവന് ഹോസ്പിറ്റലിലല്ലേ ഉള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയിട്ട് സയോണെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കാങ്ങും എല്ലാവരുടെയും അടുത്തൊക്കെ പറയുകയാണ്. പക്ഷേ സയോണുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് അവർക്ക് അറിയിക്കുകയില്ലായിരുന്നു. എങ്കിൽ പോലും അത് കണ്ടുപിടിക്കണമെന്നും കാങ് പറയുന്നു. പണ്ട് സാങ്ങുവും ഹീജോനെയും കൂട്ടിക്കൊണ്ട് ഓർഫനേജിലൊക്കെ പോയ സമയത്ത് ഒരു കുട്ടി ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഹീജോ ആ കുട്ടിക്ക് താരാട്ടുപാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ സിസ്റ്ററും കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ സിസ്റ്റർ ആയിരുന്നു ഇതുപോലെ ഹീജോനെ സംസാരിക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യം എല്ലാം തന്നെ സാങ്ങുവിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നതും. സോ സാങ്ങുവും ഇത്രയും കാലം അത് അറിഞ്ഞിട്ടായിരുന്നു അവളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഹീജും സയോണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ പറയുവാനായിട്ട് അവളും തുടങ്ങുന്നു. പക്ഷേ
ഇനി നീ അത് പറയേണ്ട കാര്യമില്ല. ഞാൻ വിചാരിച്ചിരുന്നത് അവൻ നിന്നെ ഒളിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാനും എന്താണ് കാര്യമെന്നൊക്കെ അന്വേഷിക്കുവാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അവൻ ശരിക്കും നിന്നെ ഒളിപ്പിക്കുകയായിരുന്നില്ല. മറിച്ച് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു. ആ സത്യം ഞാനും മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നീയായിട്ട് പറയേണ്ടെന്നായിരുന്നു അവനും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ ബ്രിട്ടീഷ് അംബാസിഡറിന്റെ അടുത്ത് എനിക്ക് പല രീതിക്കുള്ള അറ്റാക്സും വരാറുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഞാൻ വൈഫിനെ പുറത്ത് ആരുടെയും അടുത്ത് കാണിക്കാതിരിക്കുന്നത് എനിക്ക് വരുന്നത് പോലത്തെ അറ്റാക്സ് ഒന്നും തന്നെ അവൾക്ക് വരാതിരിക്കുവാനായിട്ടാണെന്നും അവൻ പറഞ്ഞതിനെ കുറിച്ചൊക്കെ അവളും ഇപ്പോൾ ഓർക്കുന്നു. അവൻ ടൈയൊക്കെ കിട്ടുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമായിരുന്നു ഹിജു റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ടൈ കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിൽക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതെങ്ങനെയാണെന്നൊന്നും അറിയിക്കയില്ലായിരുന്നു. സോ സയോണാണ് ടൈ എങ്ങനെ കെട്ടണമെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവളും അതുപോലെ തന്നെ ചെയ്യുന്നു. നേരത്തെ ഓഫീസിലേക്ക് ഹിജു മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓഫീസിലെ ചിലർ ചേർന്നിട്ട് അവൾക്കൊരു പ്രോഗ്രാം ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ദിവസമാണ് അന്ന്. സോ സയോണും ഹിജു ഒരേ പ്രോഗ്രാമിന് പങ്കെടുക്കുവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കാങ്ങും സയോണെ കോൾ ചെയ്യുന്നത്. സയോണെ കാണുവാനായിട്ട് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കാങ്ങും നേരെ സയോൺ ഉണ്ടായിരുന്ന ഡോറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും സയോണും ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. സയോണും എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞയച്ചാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തന്നെ മേടിച്ചിട്ട് അവൻ അവരെ പറഞ്ഞയക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ പ്രോഗ്രാമൊക്കെ മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചൊരു റിഹേഴ്സലൊക്കെ ചെയ്താലോ എന്ന് കാങ്ങും സയോണിന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ റിഹേഴ്സലൊക്കെ ചെയ്യണമെങ്കിൽ റൂമിനകത്തേക്ക് കയറണം. അകത്താകട്ടെ ഹിജുവും നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് ചെയ്യുവാനായിട്ട് റിഹേഴ്സലിന്റെ വല്ലതും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സയോണും കാങ്ങിനെ ഹാപ്പി ആക്കുമ്പോഴത്തേക്കും നമുക്ക് അല്ലെങ്കിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിങ്ക് ഉണ്ടല്ലോ. മാത്രമല്ല കുറെ കാലമായിട്ട് നമ്മൾ ഒന്നിച്ചുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു റിഹേഴ്സലിന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കാങ്ങും ടീമിലെ സയോൺ ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെ ആയിരിക്കുമെന്നൊക്കെ വിശ്വസിച്ച് വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ കാങ് ഇരിക്കുമ്പോഴത്തേക്കുമാണ് പാർക്കിനോട് ഒരു കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് സയോണ് പാർക്കിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. സോ കാങ്ങിന്റെ ആ ഒരു സന്തോഷം എല്ലാം തന്നെ കുറച്ച് നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻവയോൺമെന്റൽ ഡേയുടെ പ്രോഗ്രാമൊക്കെ ആയിരുന്നു നടക്കുവാനായിട്ട് പോകുന്നത്. സയോണും ഹീജുവും പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. സോ പ്രോഗ്രാമിന് മുമ്പായിട്ട് അവർ രണ്ടുപേരും സൈൻ ലാംഗ്വേജിലൊക്കെ സംസാരിക്കുകയാണ്. രണ്ടുപേരും കോൺഫിഡന്റ് ആണോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഹീജുവും ഇത്രയും കാലമായിട്ട് കാത്തിരുന്നൊരു നിമിഷമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ താൻ വളരെയധികം കോൺഫിഡന്റ് ആണ് എന്നും സയോണയും അറിയിക്കുന്നു. സയോണും വേദിയിലൊക്കെ കയറി പ്രസംഗിക്കുമ്പോഴത്തേക്കും സയോൺ പറയുന്ന പ്രസംഗത്തിന്റെ സൈൻ ലാംഗ്വേജിലൊക്കെ ഉള്ള വേർഷനായിരുന്നു ഹീജുവും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഹീജുവിന്റെ സെന്ററിലുള്ള എല്ലാവരും തന്നെ കാണുകയും അവളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഹീജുവിന്റെ അച്ഛനും അതെല്ലാം തന്നെ കണ്ടിട്ട് അതിന്റെ മകളും മരുമകനും ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തും ഒരുപാട് അഭിമാനമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു പ്രസംഗമൊക്കെ നല്ല രീതിക്ക് തന്നെ അവസാനിക്കുകയാണ്. പ്രോഗ്രാമിനൊക്കെ അവസാനം സയോണും ജാങ്ങിനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ജാങ്ങും സയോൺ നൽകിയിട്ടുണ്ടായിരുന്ന വീഡിയോ എല്ലാം തന്നെ കണ്ടു നോക്കിയിട്ട് അതിൽ നിന്നും ഒന്നും തന്നെ കിട്ടിയില്ല എന്നൊക്കെ അറിയിക്കുന്നു. എങ്കിൽ പോലും യോറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻഫോർമേഷൻ സയോണയും അറിയിക്കുകയാണ്. അതായത് ട്വിൻസിൽ നിന്നും ഒരു കുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. സോ ട്വിൻസിലെ മറ്റേ കുട്ടീനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ ഒരു കേസിൽ എല്ലാം തന്നെ അനാഥ കുട്ടികൾ ആയതുകൊണ്ടാണ് കേസും വലിയ രീതിക്കൊന്നും തന്നെ നിലനിൽക്കാതെ പോയത്. പക്ഷേ ആ ഒരു ട്വിന്നിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം എന്താണ് നടന്നതെന്ന് ആ കുട്ടിക്ക് എന്തായാലും പറയുവാനായിട്ട് സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ജാങ്ങുമുള്ളത്. ചെയർമാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡെഡ് ബോഡീസ് എല്ലാം തന്നെ ഒരു മൗണ്ടനിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്നായിരുന്നു വളർത്തച്ഛനും സയോൺ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സോ സയോൺ ഇപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പാർക്കും ഹീച്ചുന് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് സയോൺ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഹീച്ചുവിനെ വണ്ടിയിൽ കയറ്റുന്നു. സയോണും വളർത്തച്ഛൻ പറഞ്ഞ സ്ഥലത്തൊക്കെ എത്തി നോക്കുമ്പോഴത്തേക്കും അവിടെ ഡെഡ് ബോഡീസ് ഒക്കെ കുഴിച്ചിട്ടിരിക്കുന്നത് അവനും ശ്രദ്ധിക്കുകയാണ്. ട്വിൻസിലെ മൂത്തയാളായിരുന്നു മിസ്സിംഗ് ആയി പോയിട്ടുണ്ടായിരുന്നത്. ഇളയാളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാങ്ങിന് കിട്ടിയിരിക്കുകയാണ്. ജാങ്ങും സയോണ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നേരിട്ട് അയക്കുന്നു. അവനും അത് കണ്ടു കഴിയുമ്പോൾ ആകെ ഷോക്ടായി പോകുകയാണ്. ഇനി പാർക്കിനെ കാണിക്കുമ്പോഴത്തേക്കും സയോൺ പാർക്കിനെ ഒരുപാട് തവണ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കോൾസ് എല്ലാം തന്നെ കട്ട് ചെയ്തൊക്കെ വിടുന്നു. മാത്രമല്ല ഹിജുനെ കാണിക്കുമ്പോഴത്തേക്കും നേരത്തെ പാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ ഉറക്ക ഗുളികയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോധമില്ലാതെയൊക്കെ കിടന്നുറങ്ങുകയാണ് അവളും. പാർക്കും ആൾക്കാർ ആരും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു വണ്ടി പോലും നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ജാങ് കൊടുത്ത ഡീറ്റെയിൽസിലെ പേര് പാർക്കിന്റെ പേര് തന്നെ ആയിരുന്നു. സോ ട്വിൻസിലെ ഇളയാള് പാർക്കാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സയോണും അവനെ തെരുതെരെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.